Silence. Oh. എൻജോയ് ചെയ്യട്ടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ധനുഷിന്റെ പൊല്ലാതവൻ മൂവിയിലെ ആ നെക്സ്റ്റ് സീനാണ്. ശരിക്കും ഇപ്പൊ ഒരു നമ്മളിങ്ങനെ മുറുകിരിക്കുന്ന ഒരു സീനാണ്. അവിടെയാണ് ആ ഒരു സോങ് പ്ലേസ് ചെയ്തത്. നമ്മള് പേഴ്സണലി ആ സോങ് കണ്ടിട്ടില്ല, പക്ഷെ റൊമാൻറ്റിക് സോങ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ഇത് നടക്കുന്നത്, നമുക്ക് നോക്കാം. കാരണം അവിടെ ഏകദേശം ഒരു ഇന്റർവെൽ പോലെ തോന്നിയത്. ഇന്റർവെൽ പോലെ എന്തോ ഒരു സീൻ പോലെ. കാരണം നമുക്ക് ഇന്റർവെൽ ആണെന്ന് മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട്. കാരണം എനിക്കൊന്നും ചിലപ്പോ പഴയ സിനിമ ആയതുകൊണ്ട് എനിക്ക് ഇന്റർവെൽ ഒന്നും കാണിക്കാത്ത ഇന്റർവെൽ ആയിരിക്കില്ല, ഏകദേശം ഇനി അത്രേ ഉള്ളൂ സിനിമ. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ സീനിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. നല്ല ഗംഭീര ഫൈറ്റ് ആയിരുന്നു, നല്ല രസമാണ്. പ്രത്യേകിച്ച് എനിക്ക് ദനുഷും നമ്മളെ രവി എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിലൊരു ബാലാജി എന്നാട്ടോ അദ്ദേഹത്തിന്റെ പേര്, ഡാനിയൽ ബാലാജി അങ്ങനെ എന്തോ. വേറെ പടത്തിലേ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് പുള്ളിക്കാരൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ എന്നാൽ നമുക്ക് നെക്സ്റ്റ് എന്താ സംഭവം നോക്കാം. ഓ, പുള്ളി ഉള്ളിലായിരുന്നില്ലേ? നല്ല ബീജമൊക്കെ ഉണ്ടല്ലോ. ആ ബീജം പക്ഷെ ക്ലാസ് കേട്ടോ അല്ലേ? നല്ല ഡെപ്ത് കൊടുക്കുന്നുണ്ടോ കിഷോർ റോളിന്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട്. അനിയൻ ചെറുതായിട്ട് ഈഗോ ഉണ്ട് കേട്ടോ അനിയന്. ചേട്ടനോടല്ലേ? അത് സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, നാണം കിടല്ലേ മറ്റേ സീനില്. മറ്റേതാണ് ഇനി, അതായത് ചേട്ടനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫുള്ളായിട്ട്. സെൽവം മറ്റേതല്ലേ സെൽവം ക്യാരക്ടറല്ലേ കിഷോർ ബെയില് ജയിലിൽ നിന്ന് വന്നു ഉദ്ദേശിച്ച മറ്റേത്. ഓ ഡയറക്റ്റ് കാണാൻ വരികയാണ് ഡയറക്റ്റ്. മറ്റേ ക്യാരക്ടർ അല്ല, ഔട്ടാണ്, അവരാന്ന് വരാൻ വേണ്ടി പറഞ്ഞു. ഡയറക്റ്റ് വന്നു கண்ணோகே உங்க தம்பி எதிரில வந்து இல்லைன்னு சொல்லுங்க. சொல்லிட்டானே நீ இங்கே குத்தி போட்டு திருடேட்டில்லைன்னு சேட்டனை கூப்பிட்டு போடுறேன்னு சொன்னா நீ வெளில வர வரைக்கும் நான் முடியாதுன்ட்டேன். 10,000 கூப்பிட்டு பேசிருப்பான் போல இருக்கு. ஐயோ என்னோட சொல்லிட்டு தான் டெஸ்ட்ல கம்ப்ளைண்ட் கொடுத்தானுங்க. இதெல்லாம் சொல்ல மாட்டீங்களா? இல்ல பட்டாசு நேரவன். ஆமாடா டெஸ்ட்ல துட்டு கொடுத்தவங்க வெளில கூட்டு வர தொட்டி அதுக்கு தேவையில்லாத பப்ளிக்கோட சண்டை வச்சுன்னு മറ്റേനോട് ചോദിച്ചില്ലേ? അതെ പറഞ്ഞിട്ടല്ലേ സ്പെഷ്യൽ കൊടുത്തു പറഞ്ഞു. വണ്ടിയെ തിരുത്തത് ഏർപ്പാട് പண்றேன். நான் வண்டியை என்ன வேலைன்னு சொல்லு குத்துறேன். அதெல்லாம்
ஒன்றும் தேவை. இப்படி ஒரு மேட்ரு ஆயிடுச்சு. நானே உங்க கையில நேரில் சொல்லணும் தான். அவன் வண்டியை எடுத்துக்கூடாது. நீயும் அவன் நினைச்ச தப்பு. டேய் தம்பி அவன் வேலையை பார்க்கட்டும், நீங்க உங்க வேலையை பாருங்க. ஹோட்டல் கீட்டில் பார்த்துக்கிட்டா ஒன்றும் பிரச்சனை பண்ணி நிற்கக்கூடாது. புரியுதா? സോൾവ് ആയതാട്ടോ അവിടെ. അയ്യോ അതാ അവിടെ പറഞ്ഞെ. അവിടെ എന്തോ പ്രശ്നം. കിഷോർ ക്യാ அது பேசுறாரு. சாப்பிட்டா ஏய் போன் ഷാർപ്പാണ് என்ன போஸ் சார் അല്ലേ? നല്ല ക്യാരക്ടർ അല്ലേ കമ്പാരിറ്റീവ് കിഷോറിന്റെ മറ്റേത് വെച്ച് നോക്കുമ്പോ? കേട്ട് കേട്ട് അയ്യോ അല്ലാന്നാ പറയുന്നുണ്ട്. ഓ അവിടെ എവിടെയും പറഞ്ഞായിരുന്നു. சந்தோஷம் தானே? ஒன்னால பத்தியா இல்ல? நீ நான் நடுத்தல் பண்றான். உனக்கு ஏதாவது வேணா என்ன கேளு, இல்லாட்டி கேளு. சின்ன பையன் அவன்கிட்ட பேச்சு சொல்லுவியா? அதுக்காக உங்களை மனசு வச்சுக்கிறேன். வீடு கிட்ட நம்ம போதை விழுந்து விற்கிற நாய் இது. என்ன சொல்லுவான்? இதுக்கெல்லாம் டென்ஷன் ஆயிட்டு சேட்டு உங்ககிட்ட துட்டு வாங்கி வேலை செய்யற செலவத்தான் உனக்கு தெரியும். கை தத்து போட்டுருவேன். இந்த மாதிரி கேள்வி வேலை பண்ண வச்சுன்னு இந்த சொன்னது செய்வியா? முடி முடிய நீ விரோதக்காரன் கேளு மாடிச்சுன்னு வை. உயிரை கையோட எத்தி போடுவான். விரோதக்காரன் குடும்பத்துக்கு ஒன்றியும் பண்ணாதீங்க. எத்தனை சொல்லிக்கிறேன். அவன் கஷ்டப்பட்ட வேலை கொண்டு கஷ்டப்படல. இப்ப அவன் அப்படி பார்த்து அவன் கஷ்டப்பட்டான். ശരിക്കും ആ ഒരു സിറ്റുവേഷനാണ് അങ്ങനെ ആയത്. കണ്ടായിരുന്നില്ലേ? ആ സിഗ്നൽ കൊടുത്ത മറ്റേതല്ലേ, വെള്ളം കൊണ്ട് സൈക്കിൾ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവിടെ നിന്ന് മാറിയില്ലേ? അതെ. உயிருக்கு ஒண்ணு இல்லைன்னா நரம்பு போயிடுச்சா? டாக்டர் நடக்க முடியாதுங்கிறாரு. അയ്യോ பிரபு செல்வன் நடந்துருக்காரா? தம்பி அவனுங்க வெட்டத்துக்கு கத்திய ஊங்கினப்போ ஒரு செகண்ட் ஐயோ நம்ம செத்துட்டா குடும்பம் என்ன ஆகுமோன்னு பயந்தேன். அப்புறம் அவனை நினைச்சுக்கிட்டேன். நம்மளால தானே அப்பாவுக்கு இப்படி எல்லாம் ஆயிடுச்சுன்னு நினைச்சுக்காத. நடக்கணும்னு இருந்திருக்கு, நடந்துருச்சு. അല്ലേ? നടക്കണം എന്നുള്ളത് ശരിക്കും അത് ധനുഷിനെ വിട്ടേണ്ട പണിയല്ലേ? പക്ഷെ രവി വിട്ടില്ലായിരുന്നു. അവിടെ ധനുഷാണെങ്കിൽ ചെയ്തേനെ. അച്ഛനാണ്ട വേണ്ടാന്നുള്ള അവസാനം പറഞ്ഞത്. இந்த மாதிரி எல்லாம் ஆகும்னு நான் நினைக்கவே இல்லடா. மச்சான் என்ன பண்ண? என் வண்டியை தொண்ணு பிடிச்சி ஸ்டேஷன் விட்டேன். எங்க அப்பா திருப்பி வச்சேன். அப்பா தானே எச்சா திருப்பி வைக்க முடியுமா? அங்கேயும் சித்திர மாட்டேன். 50 பேரும் போட்டிருந்தாங்க. நீங்க ஒருத்தனை போட்டாங்க. நான் அங்கதான் இருந்தேன். ஐட்டம் தானே தானே? நானும் தான் என் வீட்டுக்கு வந்தேன். என்ன அங்கேயே குத்தி போட்டு வேண்டியதானே? உன்னையா கேட்க முடியும்? அவன் அடிச்சதுதான் அவ்வளவு கண்டு என்ன செய்ய வேண்டியதானே? പെർഫോമൻസ് சொல்லி சொல்லி நான் அனுப்பிட்டு கேவலம் போட்டுக்கிறீங்க. இங்கே போட்டுறேன். நீ வெளியே போயிரு. போடுறா. நான் பேசுறோம். நல்லா பேசுறேன். போடு. ഓ போடுறா. കണ്ണ് ഓ സൈലന്റ് ആക്കിയാണ്. തീർന്നില്ല അതാ പ്രശ്നം. തീരും കഴിയുമ്പോൾ തീരില്ല. അമ്മയും പെങ്ങളൊക്കെ സ്കെച്ച് ചെയ്തു അഗൈൻ. എന്തോ
ചെറിയൊരു പണി വരാൻ പോകുന്നുണ്ട് അടുത്ത സീനില്. അതായത് ശരിക്കും അവിടെ കിഷോറിന്റെ ക്യാരക്ടർ എന്താ പറയാ, നമ്മളറിയില്ല എത്രയൊക്കെ ദ്രോഹിയാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞാല് ശരിയെങ്കിലും മനസ്സിലാവുന്നുണ്ട്. മെച്ചുവേർഡ് ആണ്. അതായത് ആ ഒരു ഫാമിലിയൊക്കെ നോക്കി നടത്തുന്ന ആളാന്നുള്ളത് കാണുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിൽ തന്നെ. അങ്ങനെ ഏതൊരു മൂവി ഇല്ലേ നമ്മളടുത്ത് കണ്ടത്, ഏതൊരു മൂവിയിൽ ഉണ്ടായിരുന്നു. അതായത് വില്ലൻ ആണെന്നുണ്ടെങ്കിലും വില്ലനോട് ചെറിയൊരു റെസ്പെക്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വില്ലൻ. ആ ഒരു സാധനം, അതായത് ആ ഒരു സ്ഥലത്ത് ശരിക്ക് ഡയറക്റ്റ് പോയിട്ട് ധനുഷ് സംസാരിച്ചപ്പോ റോക്കി ബൈയുടെ സ്വഭാവം തന്റെ വർക്കില് എന്താ പറയാ കൈകെത്താൻ വന്നവരെയാണ് ചെയ്യുന്നത്, അല്ലാത്തവരോട് വലിയ അതായത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തുന്നില്ല, അങ്ങനത്തെ സംഭവം കാണിച്ച്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും അനിയനെ തല്ലി എന്ന് പറഞ്ഞിട്ടും കൂടി അവിടെ നോർമൽ ആയിട്ട് തന്നെ സംസാരിച്ച് അവർ കണ്ണിലെ ഇതൊക്കെ തീക്ഷ്ണത കണ്ടപ്പോഴും പെർഫോമൻസ് അവിടെ കാണാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ സൈലന്റ് ആക്കി, കുറച്ചേരം സൈലന്റ് ആയിരുന്നു. നമ്മളും സൈലന്റ് ആയി പറയണ്ട, അങ്ങനത്തെ ഒരു സീനായിരുന്നു ആ സ്ഥലത്ത്. ധനുഷിന്റെ പെർഫോമൻസ് കണ്ണ് പെർഫോമൻസ് ആയിരുന്നു. അതായത് കണ്ണ് രണ്ടുപേരുടെ എല്ലാവരുടെയും കണ്ണായിരുന്നു അവിടെ ഫോക്കസ് ഉണ്ടായിരുന്നത്. അതായത് മെയിനായിട്ട് അവിടെ അങ്ങനെ ആ ഒരു ഇഷ്യൂ സോൾവ് ആയി പോകേണ്ടതാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം വന്നത്. അത് എനിക്ക് തോന്നിയേക്കണേ ഇവിടത്തെ തെറ്റെന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം സോൾവ് ആയ സ്ഥലത്ത് അവിടെ രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലേ, ആ ക്യാരക്ടറിന് ധനുഷിന്റെ അടുത്ത് പക തീരുന്നില്ല. അപ്പൊ അത് എങ്ങനെയെങ്കിലും തീർക്കാനായിരുന്നു ശരിക്കും അവിടെ പോയത്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മള് കിഷോർ വിളിച്ചു പറഞ്ഞു ഇത് വേണ്ടാന്നുള്ളത്. പക്ഷെ ആ സമയത്ത് കേട്ടില്ല. ധനുഷാണെങ്കിൽ എന്തായാലും ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഓൾറെഡി ആ സ്കെച്ച് പറഞ്ഞു കൊടുത്തത് മറ്റേ വെള്ളം കൊണ്ടുവരുന്ന ആളെ അതായിരുന്നു. അപ്പൊ അതാണ് മറ്റവര് ചെയ്തത്. ഞാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും രവി അവിടെ ചെറുതായിട്ടൊന്ന് മാറിയായിരുന്നു, അച്ഛനാണെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിൽ അല്ലെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സീനിൽ നമുക്ക് കാണാം എന്താ വരാൻ പോകുന്ന. കാരണം വെച്ചാൽ നമുക്ക് ഏകദേശം ഫസ്റ്റ് തന്നെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥ, അല്ലാതെ ധനുഷിന്റെ ക്യാരക്ടറിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആയിത്തീരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാല് ചിലപ്പോ ഇനി രവി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കിഷോറിനോടും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ ഓൾറെഡി ഉണ്ടല്ലോ, കാണിച്ചല്ലോ. ഇപ്പൊ പബ്ലിക്കായിട്ട് പ്രത്യേകിച്ച് ആ വീട്ടിന്റെ ഉള്ളില് ഫാമിലിയൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറെ അടിക്കുന്നൊക്കെ ഇല്ലേ, ഇത്രയും വലിയൊരാളെ അടിക്കുന്നത് കാണുമ്പോൾ ആൾക്കൊരു വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. ഞാനൊന്നും അല്ല എനിക്ക് ആ ഒരു ഫീൽ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പറയാ ഒരു വലിയൊരു ക്രൂരനായി മാറും ആ ഒരു ക്യാരക്ടർ എന്നുള്ളത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം.